യുഎസും ഇസ്രായേലും യൂറോപ്പും ഇറാനെതിരെ സമ്പൂർണ്ണ യുദ്ധം നടത്തുകയാണെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇറാഖ് നമുക്കെതിരെ നടത്തിയ യുദ്ധത്തേക്കാൾ മോശമാണ് ഈ യുദ്ധം. സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇത് കൂടുതൽ സങ്കീർണവും പ്രയാസമേറിയതുമാണ്. ഈ ക്രിസ്മസിന് എന്ത് ഗിഫ്റ്റ് ചെയ്യും? മൈജിയിലുണ്ടല്ലോ എല്ലാം. ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഡിജിറ്റൽ ആക്സസറീസ്. ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ 1980-88 കാലഘട്ടത്തിലെ ഇറാഖ് സംഘർഷത്തെ പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞു, എന്റെ അഭിപ്രായത്തിൽ നമ്മൾ US, ഇസ്രായേൽ, യൂറോപ്പ് എന്നിവരുമായി സമ്പൂർണ്ണ യുദ്ധത്തിലാണ്. നമ്മുടെ രാജ്യത്തെ മുട്ടുകുത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇറാന്റെ ആണവ പരിപാടിയുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബറിൽ രാജ്യത്തിനെതിരെ UN വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നിൽ ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി എന്നീ രാജ്യങ്ങളായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്ന് US-ഉം സഖ്യകക്ഷികളും ആരോപിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണം ഇറാൻ പലതവണ നിഷേധിച്ചു. ഇസ്രായേലും ഇറാനും തമ്മിൽ ജൂണിൽ 12 ദിവസം സംഘർഷം നിലനിന്നിരുന്നു. ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങളിലും ജനവാസ മേഖലയിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളാണ് സംഘർഷത്തിനിടയാക്കിയത്. ഈ ആക്രമണത്തിൽ 1000-ലേറെ ആളുകൾ കൊല്ലപ്പെട്ടതായി ഇറാൻ അധികൃതർ സ്ഥിരീകരിച്ചു. അതേസമയം കഴിഞ്ഞ 6 മാസത്തിനിടെ ഇറാൻ സൈനികമായി സ്വയം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പിൽ പെസഷ്കിയാൻ പറഞ്ഞു. ശത്രു ഏറ്റുമുട്ടൽ തീരുമാനിച്ചാൽ സ്വാഭാവികമായും അവർക്ക് കൂടുതൽ നിർണായകമായ പ്രതികരണം നേരിടേണ്ടി വരും. ഈ വർഷം ആദ്യം ഇസ്രായേലും ഇറാനും ആണവ കേന്ദ്രങ്ങളെ ചൊല്ലി ഏറ്റുമുട്ടിയപ്പോൾ നടന്ന 12 ദിവസത്തെ യുദ്ധത്തേക്കാൾ ശക്തമായിരിക്കുകയാണ് രാജ്യമെന്നും പ്രസിഡന്റ് പറഞ്ഞു. അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ നടത്തി. ഇത് ടെഹ്റാന്റെ ആണവ പദ്ധതികളെ വർഷങ്ങളോളം പിന്നോട്ടടിച്ചതായും അവർ പറഞ്ഞു. ആക്രമണങ്ങളിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ 1000-ലധികം പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിന് നേരെ 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചുകൊണ്ട് ടെഹ്റാൻ തിരിച്ചടിച്ചു. പക്ഷേ നടപടികൾക്ക് അതേ ഫലം നൽകുന്നതിൽ പരാജയപ്പെട്ടു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപുമായി US-ൽ കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പ്രസ്താവനകൾ. ഫ്ലോറിഡയിലെ മാറേ ലാഗോയിൽ US പ്രസിഡന്റ് നെതന്യാഹുവിനെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറാനെതിരായ പുതിയ ആക്രമണങ്ങൾക്കുള്ള പദ്ധതികൾ അദ്ദേഹം അവതരിപ്പിക്കും. ബോംബിട്ട് തകർത്ത സൈനിക കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സംഘത്തെ ഇറാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല. അന്താരാഷ്ട്ര ആവശ്യകതകൾ പാലിക്കുന്നതിൽ ടെഹ്റാൻ പരാജയപ്പെട്ടുവെന്നും പാശ്ചാത്യ നേതാക്കൾ ആരോപിച്ചു. സൈനിക ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച സൗകര്യങ്ങൾ പരിശോധിക്കുന്നതിന് വ്യക്തമായ നിയന്ത്രണങ്ങളൊന്നുമില്ലെന്ന് ടെഹ്റാൻ പറയുന്നുണ്ട്. ഇറാന്റെ ആണവോർജ്ജ സംഘടനയുടെ തലവൻ മുഹമ്മദ് ഇസ്ലാമി പറഞ്ഞു, യുദ്ധാനന്തര സാഹചര്യത്തിന് വ്യവസ്ഥാപിത നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ ഏജൻസി അവ പ്രഖ്യാപിക്കണം. അങ്ങനെ നമുക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയും, അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പറഞ്ഞു. പക്ഷേ അങ്ങനെയൊന്നുമില്ലെങ്കിൽ ഏജൻസിയുടെ സേഫ് ഗാർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ഏജൻസിയുടെ സേഫ് ഗാർഡുകൾക്ക് കീഴിലുള്ളതുമായ ഒരു ആണവ കേന്ദ്രം സൈനിക ആക്രമണത്തിന് വിധേയമായാൽ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യക്തമായി നിർവചിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്യുമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഞങ്ങൾ അവരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം വ്യക്തമാക്കുന്നതുവരെ രാഷ്ട്രീയവും മാനസികവുമായ സമ്മർദ്ദം, ബോംബിട്ട സൗകര്യങ്ങൾ വീണ്ടും പരിശോധിക്കാനും ശത്രുവിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുമുള്ള അപ്രസക്തമായ ആവശ്യകതകളും സ്വീകരിക്കില്ല. പ്രതികരണവും ലഭിക്കുകയില്ല എന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.